വളർന്നു വരുന്ന കലാകാരന്മാരെയും ഇപ്പോൾ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാഹിത്യകാരന്മാരെയും ഒരുപോലെ പുതിയ ദിശയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമെന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇന്ത്യൻ സിനിമയെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിക്കുവാൻ വിഭാവന ചെയ്തിരിക്കുന്ന പ്രോജക്റ്റ് ഇൻഡിവുഡിന്റെ ലക്ഷ്യങ്ങളിലൊന്നാണ് ഇന്ത്യൻ സിനിമയെ 100ഓളം ഭാഷകളിലേക്ക് ഡബ് ചെയ്ത് എത്തിക്കുക എന്നതാണ്. അതേ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് തന്നെ സാഹിത്യവേദിയിലെ സൃഷ്ടികളെയും 100ഓളം ഭാഷകളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ശ്രമം ഞങ്ങൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ആഭിമുഖ്യത്തിൽ നിരവധി ഇതേപോലെയുള്ള സാംസ്കാരിക പരിപാടികൾ, സിനിമ എന്ന് പറയുന്ന ആ മേഖലയ്ക്കപ്പുറം ഇതേപോലെ വളരെ ആഴത്തിലുള്ള സാംസ്കാരിക സാഹിത്യ പരിപാടികളൊക്കെ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. നവാഗതരായിട്ടുള്ളവരെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവന്ന് അവരെ കണ്ടെത്തി അവർക്ക് അംഗീകാരങ്ങൾ കൊടുക്കുന്നതും ഒക്കെ വളരെ സാഹിത്യ മേഖലയെ സംബന്ധിച്ച് വിലപ്പെട്ട സംഭാവനകൾ തന്നെയാണ്. ഇൻഡിവുഡ് കലാ സാംസ്കാരിക വേദി വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നറിഞ്ഞു. അതായത് സിനിമാ ഫീൽഡിലും എഴുത്തുകാർക്കും സാഹിത്യ ലോകത്തും ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു. അതിന് അഭിനന്ദനങ്ങൾ. അതുപോലെ നവതൂലിക, പുതിയ എഴുത്തുകാരെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന നവതൂലികയുടെ പ്രവർത്തനങ്ങൾക്ക്, അതിന്റെ പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ. ചിത്രത്തിൽ മനോജ്ഞമാം ചിത്രം വരച്ചെന്റെ ശാരിക പൈങ്കിളി നീങ്ങു പോയി. ഇന്നലെ കുടിലിന്റെ ഉറയിലായി പാഴ്ക്കലമല്ലോ കമഴ്ന്നിരുന്നു. ഇന്നലെ കാഞ്ഞ വയറുമായൻ പെങ്ങൾ പായാരം ചൊല്ലിക്കരഞ്ഞിരുന്നു. പണ്ടു തപസ്സിൽ ശക്തിയിൽ ജ്ഞാനജടയിൽ നിന്നും ഉയർന്നു തെളിഞ്ഞോരിതിഹാസത്തിൻ ഭാവമുതിർത്തു, ജ്ഞാനത്തിൻ ഗീതമുതിർത്തോരിന്ത്യ. ഇതെന്നുടെ ജീവസ്പന്ദന ചലനം തന്നുടെ നാഡീവ്യൂഹം. സംഗമം നവതൂലിക ഇൻഡിവുഡ് സംഗമം. ഇതുവരെ തങ്ങളിൽ കണ്ടുമുട്ടാത്തവർ, വാക്കുകൾ കൊണ്ടു പരിചയപ്പെട്ടവർ, കവിതകൾ ചൊല്ലിയും കഥകൾ പറഞ്ഞും നവതൂലികയാലെ തിരിച്ചറിഞ്ഞവർ ഒത്തുചേരും സംഗമവേദിയിതാ. എങ്ങുപോയി കൂട്ടുകാരാ, കേട്ടതിൽ നിന്നും വേണുനാദം. എന്താണ് നീവനം ശോകമൂകം, എന്നാത്മമിത്രമേ നീയ വീട്.